കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദത്തിന് വഴിവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയുടെ നിയമനം. മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതാണ് ഇപ്പോൾ ചർച്ചയും വിമർശനവും ഉയരാൻ കാരണം. സ്വതന്ത്ര ഭരണഘടനാ പദവിയിലിരുന്ന ഒരാൾ നേരിട്ട് രാഷ്ട്രീയ ഭരണ കേന്ദ്രത്തിലേക്ക് എത്താമോ എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നത് ഒരു സാധാരണ ഓഫീസല്ല, സർക്കാരിന്റെ എല്ലാ നിർണായക തീരുമാനങ്ങളുടെയും കേന്ദ്രബിന്ദു. അവിടെ നിയമിക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും രാഷ്ട്രീയ ഭരണപരമായ പശ്ചാത്തലം വലിയ ചർച്ചയാകാറുണ്ട്. എന്നാൽ ഈ തവണ വിവാദം കൂടുതൽ ശക്തമായത് നിയമിതനായ വ്യക്തി മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നതിലാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഭരണഘടനയെ ഉറപ്പു നൽകുന്ന സ്വതന്ത്ര സ്ഥാപനമാണ്. തിരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമായും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്ന് സ്വതന്ത്രമായും നടക്കണമെന്ന് ഉറപ്പാക്കാനാണ് ആ പദവി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വിശ്വസ്തതയും നിഷ്പക്ഷതയും ജനാധിപത്യത്തിന്റെ അടിത്തറയായി കണക്കാക്കപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാകാൻ എന്ത് യോഗ്യത വേണം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയായ ഒരു വിഷയമാണിത്. ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയമിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നത്? സാധാരണ ഒരാൾക്ക് ആ സ്ഥാനത്ത് എത്താൻ കഴിയുമോ, അതോ IAS ഉദ്യോഗസ്ഥർക്ക് മാത്രമുള്ള ഒരു പദവിയാണോ? നോക്കാം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്നത് വളരെ നിർണായകപരമായ ഒരു ഭരണ പദവിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നത് ഒരു രാഷ്ട്രീയ കേന്ദ്രം മാത്രമല്ല, സംസ്ഥാന ഭരണത്തിന്റെ നെർവ് സെന്റർ കൂടിയാണ്. ഓരോ ഫയലും, ഓരോ നിർദ്ദേശവും, ഓരോ പ്രധാന തീരുമാനവും കടന്നു പോകുന്ന കേന്ദ്രം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആകുന്ന വ്യക്തിക്ക് വലിയ ഭരണപരിചയം ആവശ്യമാണ്. സാധാരണയായി IAS ഉദ്യോഗസ്ഥരെയാണ് ഈ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത്. കാരണം ജില്ലാതല ഭരണത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അനുഭവം ഇവർക്കുണ്ടാകും. പക്ഷേ IAS ആയാൽ മാത്രം മതിയാകില്ല. സർക്കാരിന്റെ നയങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഫയലുകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, വിവിധ വകുപ്പുകളെ ഏകോപിക്കാനുള്ള കഴിവ്, പ്രതിസന്ധി സമയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ആത്മവിശ്വാസം, ഇതെല്ലാം പ്രധാനമാണ്. മുഖ്യമന്ത്രിയുമായുള്ള വിശ്വാസബന്ധവും ഇവിടെ നിർണായകമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഭരണ സഹായികളിൽ ഒരാളാണ് സെക്രട്ടറി. സർക്കാരിന്റെ പല രഹസ്യ ചർച്ചകളും നയപരമായ തീരുമാനങ്ങളും ആദ്യം അറിയുന്ന വ്യക്തികളിൽ ഒരാളും ഇതേ പദവിയിൽ ഇരിക്കുന്ന ആളായിരിക്കും. കേരളത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു CM, അഡീഷണൽ സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നിങ്ങനെ വ്യത്യസ്ത ചുമതലകളുള്ള പദവികളും ഉണ്ടാകും. ഇവയിൽ ചിലത് IAS ഉദ്യോഗസ്ഥർക്കും ചിലത് രാഷ്ട്രീയ നിയമനമായും വരാറുണ്ട്. എന്നാൽ എല്ലാ നിയമനങ്ങളും വിവാദമില്ലാതെ പോകാറില്ല. പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥർ പിന്നീട് രാഷ്ട്രീയ പദവിയിലേക്ക് വരുമ്പോൾ വിമർശനങ്ങൾ ഉയരും. കാരണം ഉദ്യോഗസ്ഥന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടാമെന്നത് ആശങ്കയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മുൻകാലങ്ങളിൽ ശിവശങ്കറിനെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനവും പ്രവർത്തനവും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സെക്രട്ടറിയുടെ സ്ഥാനത്ത് നിന്ന് എത്ര അധികാരവും സ്വാധീനവും ഉണ്ടെന്ന് അതിലൂടെ കേരളം കണ്ടതുമാണ്. അതിനാൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്നത് ഒരു സാധാരണ ഓഫീസ് പോസ്റ്റ് അല്ല, അത് ഭരണവും രാഷ്ട്രീയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അത്യന്തം ശക്തമായ ഒരു സ്ഥാനമാണ്. യോഗ്യതയായി നിയമപുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അനുഭവം, വിശ്വാസം, ഭരണ നൈപുണ്യം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതെല്ലാം ചേർന്നാണ് ഒരാൾ ആ കസേരയിൽ എത്തുന്നത്. അപ്പോൾ ഉയരുന്ന വിമർശനം ഇതാണ്: അത്തരമൊരു പദവിയിലിരുന്ന വ്യക്തി പിന്നീട് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നത് ആ പദവിയുടെ നിഷ്പക്ഷതയെ സംശയം സൃഷ്ടിക്കില്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് എടുത്ത തീരുമാനങ്ങൾ വരെ പിന്നീട് രാഷ്ട്രീയ ചർച്ചയാകില്ലേ? പ്രതിപക്ഷം പറയുന്നത് നിയമപരമായി വിലക്കില്ലെങ്കിലും നൈതികമായി ഇത് ശരിയല്ല എന്നതാണ്. ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും ചർച്ച ശക്തമായിട്ടുണ്ട്. ചിലർ പറയുന്നത് വിരമിച്ച ഉദ്യോഗസ്ഥർ പിന്നീട് സർക്കാർ പദവികൾ ഏറ്റെടുക്കുന്നത് പുതുമയല്ലെന്നാണ്. ഭരണപരിചയമുള്ള ആളുകളെ സർക്കാർ ഉപയോഗിക്കുന്നത് തെറ്റല്ലെന്നും അവർ വാദിക്കുന്നു. എന്നാൽ വിമർശകർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഒരു അകലം രാഷ്ട്രീയത്തിൽ നിന്ന് നിലനിർത്തേണ്ടതുണ്ടെന്നാണ്. ഈ വിവാദത്തിൽ മറ്റൊരു പ്രധാന വിഷയം വരുന്നുണ്ട്. ഭാവിയിൽ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ പിന്നീട് രാഷ്ട്രീയ നിയമനങ്ങൾ പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുമോ എന്ന ആശങ്ക. അതായത് ഒരു ഉദ്യോഗസ്ഥന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായും നിഷ്പക്ഷമാണെന്ന വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇടയാകുമോ എന്ന ചോദ്യം. ഭരണകക്ഷി ഇതിനെ സാധാരണ നിയമനമായി കാണുമ്പോൾ പ്രതിപക്ഷം ഇതിനെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഭീഷണി എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. നിയമപരമായ പ്രശ്നമില്ലെന്ന വാദവും നൈതിക പ്രശ്നമുണ്ടെന്ന മറുവാദവും തമ്മിലാണ് ഇപ്പോഴത്തെ പോര്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം വിവാദങ്ങൾ പുതുമയല്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള അത്യന്തം വിശ്വസ്തത ആവശ്യമായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതിനാൽ ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടെയാണ് കാണപ്പെടുന്നത്. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വസ്തത സംരക്ഷിക്കണമോ
അതോ ഭരണപരിചയമുള്ള ആളുകളെ സർക്കാരിന് ഉപയോഗിക്കാൻ അവകാശമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ച സഞ്ചരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ ചർച്ച ചൂടുപിടിക്കാനാണ് സാധ്യത. പ്രതിപക്ഷം ഇത് ശക്തമായി ഉയർത്തുമെന്നത് ഉറപ്പാണ്. ഇതേസമയം സർക്കാർ നിയമനത്തെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യും.